ഗുഡ് ഈവനിങ്. ഇന്ന് മുതൽ ഞാൻ വാക്കിംഗ് ചെയ്യുവാണ്. എനിക്ക് തോന്നുന്നത് ഞാൻ ലാസ്റ്റ് വാക്കിങ്ങിന് പോയത് ഡിസംബറിലാണെന്ന് തോന്നുന്നു കേട്ടോ. അതിനുശേഷം ഞാൻ വാക്കിങ്ങിന് പോയിട്ടേ ഇല്ല. ഇന്ന് തൊട്ട് ഞാനൊരു 10,000 സ്റ്റെപ്സ് എങ്കിലും നടക്കണം എന്ന് വിചാരിച്ചിട്ട് ഒരു 5 മണിയായപ്പോൾ ഞാൻ ആ പാർക്കിലോട്ട് ഇറങ്ങി കേട്ടോ. ഇവിടെ പാർക്കിന് ചുറ്റും മാക്സിമം 1.5 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഞാൻ ചുറ്റും നടക്കാൻ നേരത്തെ ഈ സൈഡിലൊക്കെ വെജിറ്റബിൾസ് വിൽക്കുന്നുണ്ട്. ഈ വാക്കിംഗ് ചെയ്ത് വീട്ടിലോട്ട് തിരിച്ചു പോകുമ്പോൾ മേടിച്ചുകൊണ്ട് പോകാനൊക്കെ ആയിരിക്കും അവിടെ വെജിറ്റബിൾസ് ഒക്കെ വെച്ചിരുന്നു. അപ്പം അതായത് ബാംഗ്ലൂർ വന്നിട്ട് ഇപ്പം എല്ലായിടത്തും ഫുട്പാത്തിൽ ഇങ്ങനെ സാധനങ്ങളൊന്നും വിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാം എടുപ്പിക്കുവാണ്. തൊട്ടപ്പുറത്ത് ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ, അതായത് ഈ റോഡിന് ചേർന്ന് അവർ ചെടികളൊക്കെ നട്ട് വീടിൻ്റെ ഫ്രണ്ടിൽ മാർബിളൊക്കെ ഇട്ടായിരുന്നു. അതൊക്കെ പൊളിക്കുമായിരുന്നു. ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ അങ്ങനെ കുറേ ഞാൻ മുന്നോട്ട് നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചേരം എക്സസൈസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എക്സസൈസ് എല്ലാത്തിലും ഒരു മാക്സിമം 30 or 40 ടൈംസ് ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ സൈക്ലിംഗ് മാത്രം ജസ്റ്റ് ഒരു 100 ചെയ്തു. കാരണം എനിക്ക് സൈക്ലിംഗ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ ജസ്റ്റ് കാലൊന്ന് മാത്രം ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതിയായിരുന്നല്ലോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അതായത് കുറേ പേര് അവിടെ ഉണ്ടായിരുന്നു. അവരവിടെയൊക്കെ കണ്ട് സംസാരിച്ച് കുറേ ദിവസത്തിന് ശേഷമാണല്ലോ ഞാൻ പോയത്. അപ്പം ഇത്തിരി ഞാൻ വെയിറ്റും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനങ്ങനെ അവിടെ പോയി. അപ്പം തൊട്ടപ്പുറത്ത് ഞങ്ങളുടെ സ്ഥിരം ഫോട്ടോ എടുക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഇവിടെ തന്നു ഡാൻസൊക്കെ കളിക്കുന്ന കണ്ടിട്ടുണ്ടാവും നിങ്ങൾ പഴയ റീൽസിൽ. അപ്പം അവിടെ വന്നിട്ട് ഞങ്ങൾ പിന്നെ ഇവിടെ ഫോട്ടോ എടുക്കാനോട്ട് റീൽസൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ മോർണിംഗ് ഒരു 11:30 to 2 o'clock ഉള്ളിലേ വരാൻ പാടുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ വാക്കിംഗ് കഴിഞ്ഞ് തിരിച്ചു പോകാൻ നേരത്ത് കുറച്ചേരം അവിടെ ഇരുന്നപ്പോൾ നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. ഒരു തെങ്ങിൻ്റെ മരത്തിൻ്റെ ചോട്ടിലാണ് ഇരുന്നത്. അങ്ങനെ ഞാൻ 10,000 സ്റ്റെപ്സ് 6:30 കൊണ്ട് കഴിഞ്ഞു. അപ്പം അത്ര